ലാലേട്ടന്റെ 367ാമത്തെ സിനിമ ഒരു ബ്രഹ്മാണ്ഡ പ്രോജക്ട്, LCU ചിത്രം ബെൻസിന്റെ റിലീസ് അപ്ഡേറ്റ്, ദൃശ്യം 3യിലെ പ്രധാന വിജയഘടകമെന്ത്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇമേജ് ഏത് സിനിമയിലേതാണെന്ന് ചോദിക്കുകയുണ്ടായി. പലരും പ്രധാനമായി കമന്റ് ചെയ്തത് ഇടുക്കി ഗോൾഡ്, മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെയായിരുന്നു. കൃത്യമായ ഉത്തരം ഇടുക്കി ഗോൾഡ് തന്നെ. ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് പോർഷനിലെ മാണിക്യ ചിറകുള്ള എന്ന് തുടങ്ങുന്ന സോങ്ങിലെ ഒരു ഫ്രെയിമാണിത്. കുഞ്ഞുലക്ഷ്മി, ധീരജസ്, പാത്തൂസ് ഡ്രീം, പരമാനന്ദം, ഷാഡോ ഗെയിമിംഗ് തുടങ്ങിയ 5 പേരാണ് ആദ്യം ഈ ഉത്തരം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. തന്റെ അവസാന സിനിമയായ ജനനായകന്റെ റിലീസിൽ ദളപതി വിജയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി. ചിത്രത്തിന്റെ റിലീസ് അനുമതി മദ്രാസ് ഹൈക്കോടതി നിഷേധിച്ചിരിക്കുകയാണ്. സെൻസർ ബോർഡിന്റെ അപ്പീലിലാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുള്ളത്. റിലീസുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്ത മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി മുൻപ് തന്നെ സുപ്രീം കോടതി തള്ളിയിരുന്നു. അതിനാൽ തന്നെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജനനായകൻ ടീം. ഇനി വരുന്ന ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിശോധിച്ച് ഉടൻ തന്നെ വിധി നടപ്പാക്കി റിലീസ് അനുമതി നൽകിയാൽ വരുന്ന ഫെബ്രുവരി മാസം 13-ാം തീയതി ജനനായകൻ റിലീസിനെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അത്ര വേഗത്തിൽ കോടതി വിധി നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഫെബ്രുവരി പകുതിയും കഴിഞ്ഞു പോയാൽ ചിത്രം ഉടനെയെങ്ങും റിലീസിനെത്താൻ സാധ്യതയില്ല. കാരണം ഫെബ്രുവരി മാസം അവസാനത്തോടെ ഇലക്ഷൻ പ്രഖ്യാപനമുണ്ടാവും. അതിനാൽ തന്നെ ഒരു കാൻഡിഡേറ്റ് ആയ വിജയ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവാദം നൽകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഇലക്ഷന് ശേഷം വിജയ് CM ആവുകയാണെങ്കിൽ സക്സസ് സെലിബ്രേഷനായി ജനനായകൻ റിലീസിനെത്തിക്കാം. ഇനി അഥവാ ഇലക്ഷനിൽ പരാജയപ്പെടുകയാണെങ്കിൽ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കമ്പാക്ക് നമുക്ക് ജനനായകൻ കാണാനാകും. വിജയ് സിനിമയിൽ തുടരണോ, രാഷ്ട്രീയത്തിൽ തുടരണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. ജനനായകന്റെ റിലീസിൽ പ്രശ്നങ്ങൾ ഏർപ്പെട്ടതോടെ വീണ്ടും ദളപതി വിജയ് ചിത്രം തെരി റീ റിലീസിനൊരുങ്ങുന്നു. കഴിഞ്ഞ ജനുവരി 23-ന് തെരി റിലീസിന് എത്തേണ്ടതായിരുന്നു. എന്നാൽ ഇന്നത്തെ കേസ് അനുകൂലമായെങ്കിൽ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് തെരിയുടെ റിലീസ് മാറ്റിവെച്ചിരുന്നത്. ഇന്നിപ്പോൾ കോടതി വിധിക്ക് പിന്നാലെ തെരി റീ റിലീസ് വീണ്ടും പ്ലാൻ ചെയ്യുന്നതായി ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ S. താണു തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീ റിലീസ് തീയതിയും പുറത്തുവരും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D152. നിലവിൽ ചിത്രീകരണം പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന D152 വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിഷു റിലീസ് എന്ന് പറയുമ്പോൾ വരുന്ന ഏപ്രിൽ 9 അല്ലെങ്കിൽ 10-ാം തീയതി ചിത്രം റിലീസിനെത്തണം. എന്നാൽ അതൊരു സേഫ് റിലീസ് അല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഏപ്രിൽ 2-ാം തീയതി ദൃശ്യം 3 വാഴ 2, ഏപ്രിൽ 10-ാം തീയതി കറുപ്പ് കര, ഏപ്രിൽ 23-ാം തീയതി ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന പാട്രിയേറ്റും റിലീസിനെത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിന്റെ ഇടയിൽ ഈ ഒരു ദിലീപ് ചിത്രം വരികയാണെങ്കിൽ വളരെയധികം സ്ട്രഗിള് ഈ സിനിമയ്ക്ക് റിലീസിൽ നേരിടേണ്ടി വരും. എന്തായാലും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസ് പ്രഖ്യാപനവും ഉടൻ തന്നെ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. കാർത്തിക്, കൃതി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നളൻ കുമാരസ്വാമി സംവിധാനം ചെയ്ത വാ വാത്തിയാർ എന്ന ചിത്രം വരുന്ന ഫെബ്രുവരി മാസം 12-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ വാ വാത്തിയാറിന്റെ OTT റിലീസ് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ഫെബ്രുവരി 12-ന് പകരം ഈ വരുന്ന ജനുവരി 28-ന് തന്നെ വാ വാത്തിയാർ ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഹോളിവുഡിലെ പ്രശസ്തമായ ഒരു ഹൊറർ കോമഡി 18+ സിനിമയാണ് റെഡി ഓർ നോട്ട്. 2019-ൽ പുറത്തുവന്ന ഈ ചിത്രം ഗെയിമിംഗ് നടത്തി അതിസമ്പന്നരായ ഒരു കുടുംബത്തിന്റെയും അവരുടെ ഇടയിലേക്ക് വിവാഹം കഴിഞ്ഞെത്തുന്ന നായികയുടെയും കഥയാണ് പറഞ്ഞിരുന്നത്. കഥയിലെ വ്യത്യസ്തത കൊണ്ടും കഥാപാത്രങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കൊണ്ടും റെഡി ഓർ നോട്ട് എന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇതാ ഈ ചിത്രത്തിന്റെ 2-ാം ഭാഗം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. റെഡി ഓർ നോട്ട് 2 ഹിയർ ഐ കം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രം വരുന്ന മാർച്ച് മാസം 20-ാം തീയതി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ റിലീസിനെത്തും. ലാലേട്ടനെ നായകനാക്കി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L367. ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയായി തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. ഇപ്പോഴിത് ഇന്നലെ ഈ സിനിമയുടെ അനൗൺസ്മെന്റിന് പിന്നാലെ സിനിമയെക്കുറിച്ചുള്ള ചില സൂചനകൾ ഡീകോഡ് ചെയ്തിരിക്കുകയാണ് ആരാധകർ. മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിനെ പശ്ചാത്തലമാക്കി മേജർ രവിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ തിരക്കഥ ലാലേട്ടൻ ഇഷ്ടപ്പെടാതെ വന്നതിനാൽ ആ ചിത്രം ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇപ്പോൾ പുറത്തുവന്ന ഈ ചിത്രം ഓപ്പറേഷൻ സിന്ദൂറിനെ ആസ്പദമാക്കിയാണോ ഒരുങ്ങുന്നതെന്നും ചിലർ ചോദിച്ചിരുന്നു. എന്നാൽ L367 എന്ന ഈ സിനിമ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള സിനിമയല്ലെന്നും ഓപ്പറേഷൻ ഗംഗയെ ആസ്പദമാക്കിയാണ് ഒരുക്കുന്നതെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ ഉക്രൈന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ. ഇപ്പോൾ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലാലേട്ട ചിത്രം ഒരുങ്ങുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വിപിൻ ജോർജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉബൈനി സംവിധാനം ചെയ്തു വരുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ശുക്രൻ. വിപിൻ ജോർജിനൊപ്പം ഷൈൻ ടോം ചാക്കോ, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ശുക്രൻ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി റിലീസിനെത്തും.
ചിമ്പുവിനെ നായകനാക്കി ഓ മൈ കടവുള എന്ന സിനിമയ്ക്ക് ശേഷം അശ്വന്ത് മാരിമുത്ത് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് ചിത്രമാണ് ഗോഡ് ഓഫ് ലവ്. വരുന്ന ജൂലൈ മാസത്തിൽ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഈ ചിത്രത്തിൽ ചിമ്പുവിനൊപ്പം ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത് മൃണാൾ താക്കൂർ ആയിരിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. AGS സിനിമാസ് ആണ് ഗോഡ് ഓഫ് ലവ് നിർമ്മിക്കുന്നത്. ലാലേട്ടൻ, ശ്രീനിവാസൻ, മീന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2005 പുറത്തുവന്ന ഉദയനാണ് താരം എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ റീ റിലീസിനൊരുങ്ങുന്നു. വരുന്ന ഫെബ്രുവരി മാസം 6 തീയതി ഉദയനാണ് താരത്തിന്റെ 4K വേർഷൻ തിയേറ്ററുകളിലേക്ക് എത്തും. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ AA23. അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉയർന്ന നിലവാരമുള്ള VFX-ഉം CGI-യും ഉപയോഗിച്ച് അവതാർ ഫ്രാഞ്ചൈസിക്ക് തുല്യമായ ഒരു മെഗാ പ്രോജക്റ്റ് ആയിട്ടാണ് ഈ ചിത്രം അറ്റ്ലി ഒരുക്കുന്നതെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 പ്രപഞ്ചങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം വമ്പൻ ക്യാൻവാസിൽ ശക്തമായ വികാരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉയർന്ന ഒക്ടൈൻ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ ധാർമ്മികതയിൽ വേരൂന്നിയും ഒപ്പം തന്നെ ഇന്റർനാഷണൽ ഓഡിയൻസിന് കൺവിൻസ് ആകുന്ന രീതിയിലുള്ള കഥ പറച്ചിലുമാണ് AA23യുടെ സവിശേഷതകളായി പറയപ്പെടുന്നത്. അല്ലു അർജുനൊപ്പം ദീപിക പദുകോൺ, കജോള്, രശ്മിക മന്ദാന, ജാൻവി കപൂർ, മൃണാൾ താക്കൂർ, യോഗി ബാബു തുടങ്ങിയവരാണ് AA23യിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുക. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി 2026 മോളിവുഡിലെ ആദ്യ ഹിറ്റ് സിനിമയായി മാറിയ ചത്ത പച്ച എന്ന സിനിമയുടെ 5 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 13 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 25 കോടി രൂപയും ചത്ത പച്ചയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 12 കോടി 50 ലക്ഷം രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ചത്ത പച്ച തിയേറ്ററുകളിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ അടുത്തതായി അഭിനയിക്കാനിരിക്കുന്ന മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. DQ43 എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പേരൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസ് സംവിധാനം ചെയ്ത പ്രവീൺ ചന്ദ്രനാണ്. ഒരു റൊമാന്റിക് കോമഡി എന്റർടൈൻമെന്റ് പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് സംവിധായകനും നിർമ്മാതാവുമായ അൻവർ റഷീദും. വരുന്ന ഏപ്രിൽ മാസത്തിൽ DQ43ന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കും. അജിത്ത് നായകനായി റീ റിലീസിനെത്തിയ മങ്കാത്ത എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 4 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 12 കോടി 31 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയ മങ്കാത്തയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടി 54 ലക്ഷം രൂപയാണ്. ഒരു റീ റിലീസ് സിനിമയ്ക്ക് ലഭിക്കാവുന്ന മികച്ചൊരു കളക്ഷനാണ് മങ്കാത്ത ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. രാഘവ ലോറൻസ്, നിവിൻ പോളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബെൻസ്. ലോകേഷ് കനകരാജ് കഥ എഴുതി നിർമ്മിക്കുന്ന ബെൻസ് ലോകേഷ് ആരംഭിച്ചു വെച്ച LCUലെ 4ാമത്തെ സിനിമ കൂടിയാണ്. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ചിത്രത്തിന്റെ 60% ചിത്രീകരണമാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. ഇനിയും 70% ചിത്രീകരണം വേണ്ടിവരുന്ന ബെൻസ് വരുന്ന 2026 ഡിസംബർ മാസം റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഉടൻ റിലീസിനെത്താനിരിക്കുന്ന സിനിമയാണല്ലോ ദൃശ്യം 3. ഇന്നിപ്പോൾ ദൃശ്യം 3 തിയേറ്ററുകളിൽ വിജയമാവുമോ എന്ന ചോദ്യത്തിന് സംവിധായകൻ ജിത്തു ജോസഫ് നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ഏറ്റവും പുതിയ സിനിമയായ വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ ദൃശ്യം 3യുടെ വിജയ സാധ്യതയെപ്പറ്റി ചോദിച്ചപ്പോൾ ജോർജ് കുട്ടി എന്ന ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ ആദ്യ ഭാഗം മുതൽ നൽകി വരുന്ന ബ്രില്യൻസുകളാണ് ദൃശ്യത്തിന് ഒരു 2ാം ഭാഗവും ഇപ്പോൾ 3ാം ഭാഗവും വന്നിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം തന്നെയാണ് ഈ സിനിമകളെല്ലാം വിജയമാക്കി മാറ്റുന്നതെന്നുമാണ് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുള്ളത്. വരുന്ന ഏപ്രിൽ 2 തീയതി ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 2024 പുറത്തു വന്ന ഒരു മലയാളം സിനിമയിലെ ഫ്രെയിമാണ്. ഇതിന്റെ കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.